ശരിക്കും ശിവത അപ്പുറത്ത് തമിഴിലും മലയാളവും എല്ലാം ചെയ്തുമ്പോ ഫുഡ് ഭയങ്കര ഇതല്ലേ, ഡിഫറെന്റ് തമിഴ്നാട്ടിലെ അല്ല. ബട്ട് ഇവിടെ വന്ന് കഴിക്കുമ്പോഴും രണ്ട് കൾച്ചർ അല്ലേ, രണ്ടും രണ്ട് ഇതായിട്ടല്ലേ വരിക. അവിടെ ചെന്നാൽ മറ്റേ ലെമൺ റൈസ്, പുളിഗോദരി സാധനം ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വരുമ്പോൾ നമ്മുടെ നാടൻ ഭക്ഷണം എനിക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, എനിക്ക് രണ്ടും ഓക്കെയാണ്. കാരണം ഞാൻ വളർന്നത് കുറച്ച് സ്കൂളിങ് അവിടെയായിരുന്നു. അപ്പൊ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല ഗംഭീരമായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ അമ്മ ഈ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും അവിടുത്തെ അപ്പുറത്തുള്ള ആന്റിമാരോടൊക്കെ ചോദിച്ച് പഠിച്ച് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെ എനിക്ക് രണ്ടും ഓക്കെ. അമ്മ ബേസിക്കലി ഫ്രം മലയാളീസ് അല്ലേ? ബേസിക്കലി മലയാളീസ്. അപ്പൊ നിങ്ങൾ സ്കൂൾ ടൈം ഒക്കെ അവിടെയായിരുന്നു? സ്കൂൾ 6th വരെ അവിടെയായിരുന്നു. മലയാളം ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ അച്ഛന് നിർബന്ധമായിരുന്നു, അച്ഛനും അമ്മയ്ക്ക് മലയാളം പഠിക്കണം. അപ്പൊ ഞാൻ ഫസ്റ്റ് മലയാളം എഴുതാൻ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ ഇവിടെ വന്നിട്ടാണ്. അതുവരെ അച്ഛൻ ഈ ട്രാവലും എന്താ ട്രാൻസ്ഫർക്കും പ്രൊമോഷൻ അങ്ങനെ ബെല്ലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ കുറെ സ്ഥലങ്ങളിൽ പോയി, വൈശാഖ്, ചെന്നൈ, അവിടെ പോയി അവസാനം ഞങ്ങൾ ഇവിടെ കൊണ്ട് സെറ്റിലാക്കിയിട്ട് പിന്നെ അച്ഛൻ മാത്രമേ. അപ്പൊ പക്ഷേ 6th സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്ക് കേരളത്തിലേക്ക് വന്നു. അപ്പൊ ഈ ഫസ്റ്റ് മൂവി അല്ലായിരുന്നു തമിഴ്? അത് കുറച്ച് കൊടും തമിഴല്ലേ സംസാരിക്കില്ല? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ചെന്നൈയിൽ പിന്നെ വർക്ക് ചെയ്തു, ചേച്ചി ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പൊ ഞങ്ങളെ നാട്ടിലാണെങ്കിലും ഞാനും അമ്മയും ഓൾമോസ്റ്റ് എല്ലാ മാസവും കുറച്ച് ദിവസങ്ങൾ ചെന്നൈ ആയിരിക്കും. അച്ഛന്റെ കൂടെ പോയി ക്വാർട്ടേഴ്സിൽ പോയി നിൽക്കുക, അതല്ലെങ്കിൽ ചേച്ചിയുടെ ഹോസ്റ്റലിന്റെ അവിടെ. അപ്പൊ ഞങ്ങള് തമിഴായിട്ട് നല്ല തമിഴ് ഓക്കെ. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, മറ്റേ അതിനകത്ത് കുറച്ച് ചെൻ തമിഴ് എന്നൊക്കെ ഗ്രാമീണ തമിഴ് ഇപ്പോഴും കുറച്ച് പ്രശ്നമാണ്. പക്ഷെ ഞാൻ അതിന് വേണ്ടി പറയില്ലേ, നമ്മൾ കുറച്ച് മെനക്കെടുമല്ലോ. അപ്പൊ അങ്ങനെ മെനക്കെടുത്തു. ബേസിക്കലി തമിഴ് അറിയാമെങ്കിൽ കുറച്ചൊരു എഫേർട്ട് എടുത്താൽ മതി അല്ലേ? ഞാൻ തന്നെ ഡബ് ചെയ്യണമെന്ന് ഡയറക്ടർ നിർബന്ധമായിരുന്നു. അപ്പൊ ഇതുവരെയുള്ള തമിഴ് പടങ്ങളൊക്കെ ഞാൻ തന്നെ ഡബ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ഇതിന്റെ ഇടയിൽ ശിവത വന്ന് പറഞ്ഞു പോയതാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത് കൊണ്ടാണ് ഒരാളെ കിട്ടിയെന്നുള്ളത്. അത് ഞങ്ങൾക്ക് മനസ്സിലായി ആരാന്ന്. അതെന്താ അവിടെ പോയിട്ട് അവിടെ വെച്ചിട്ടാണ് മുരളിനെ മീറ്റ് ചെയ്തതും. ലവ് മാരേജ്, സെയിം കോളേജ്, സീനിയർ. ഓക്കെ. പുള്ളി ഫിലിമിൽ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ട്. ആള് ഫസ്റ്റ് മൂവി വിനയൻ സാറിന്റെ പടത്തിൽ ഹീറോ ആയിരുന്നു. ശരി. നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ചെയ്യാതെ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, രണ്ടുപേരും സിനിമ ഫീൽഡ് ഭയങ്കര പ്രശ്നം. അറിയാം അപ്പൊ ഫിലിമിനെ കുറിച്ച്. അങ്ങനെയല്ല, രണ്ടുപേരും സിനിമ ഫീൽഡ്, രണ്ടുപേർക്കും ഒരു അൺസർട്ടനിറ്റി ആണ്. മുരളിയുടെ ആദ്യത്തെ പടം അധികം ഇതായിട്ട് പോയില്ല, എന്റെയും പോയില്ല. ഇനി ഇവരെന്ത് ചെയ്യുന്നു, വീട്ടുകാർക്കൊക്കെ ഒരു ടെൻഷൻ ആയി കഴിഞ്ഞപ്പോ ആളതിനൊരു ഒരു പോസിറ്റ്, ആള് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇപ്പൊ വീണ്ടും തിരിച്ച് വന്നു തുടങ്ങി. കാരണം ഉള്ളിന്റെ ഉള്ളൊരു ആഗ്രഹം കിടക്കുന്നുണ്ട്. ചിലപ്പോ ഒരു ഇൻബോൺ ടാലന്റ് ഉണ്ടാവും ആക്ടിങ്ങിനോട്. അപ്പൊ പിന്നെ എത്രയായാലും ഹൈലൈറ്റ് ഇങ്ങനെ വലിക്കാന്ന് പറയില്ലേ, അന്ന് പറഞ്ഞ പോലെ. കുറച്ചു കാലം ചെന്നൈയിൽ ഉണ്ടായ സമയത്ത് ആൾ എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ പറയും, ഇപ്പൊ തനിക്കല്ലേ വന്നോണ്ടിരിക്കുന്നത്, ചെയ്തു അങ്ങനെ പറയും. അപ്പൊ തമിഴില് കുറച്ചുപേരും ഡയറക്ഷൻ ടീമിന്റെ കൂടെ വർക്ക് ചെയ്തു. വിജയ് സേതുവിന്റെ പടത്തിലൊക്കെ വർക്ക് ചെയ്തു, 96 ആ ഒരു ടീമിന്റെ കൂടെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോ ഇവിടെ മധുവിധ സിനിമയിൽ ചെറുതായിട്ട് വീണ്ടും അഭിനയിച്ചു തുടങ്ങി. ആള് അത് സൈഡ് ബൈ സൈഡ് ആയിട്ട് കൊണ്ടുപോകും. ഞങ്ങൾ അതാ ചോദിച്ചത്, എഞ്ചിനീയറിംഗ് ആണോ ആക്ടിങ് ആണോ ഒരു പിടുത്തമില്ല, പക്ഷെ ഒന്നും അറിയണം എന്നുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അതാ ഞാൻ പറയാം, ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നെവർ ലൂസ് ദാറ്റ്. Ali's Kitchen. Let's cook with love.